വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടെ ഈ മണ്ഡല പുനർവിഭജനത്തിൽ 50% സീറ്റ് വർധനയെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം പ്രതിപക്ഷം തള്ളിയിരിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അനുനയിപ്പിക്കാനാണ് 50% സീറ്റ് വർധന കേന്ദ്രം നിർദ്ദേശിച്ചത്. നിലവിലെ സീറ്റുകളുടെ അതിരുകൾ പുനർനിർണ്ണയിക്കുകയാണ് വേണ്ടത്. സീറ്റുകൾ കൂട്ടേണ്ടതില്ല എന്ന് പ്രതിപക്ഷ എംപിമാർ നിലപാടെടുക്കുന്നു. അതായത് നിലവിലുള്ള നിയമം മതി, ഡീലിമിറ്റേഷൻ മതി. അതായത് അത് സ്റ്റേറ്റുകളിലെ നമ്പർ മാറിയില്ല, സ്റ്റേറ്റുകളിലെ അതിർത്തി മാത്രം, കോൺസ്റ്റിറ്റ്യൂഷൻ അതിർത്തി മാത്രം മാറ്റും. നമ്മൾ 2009 അസംബ്ലി ചെയ്തതാണ്. അല്ല പുതിയ ബില്ല് വേണം എന്ന് ഇതുണ്ടോ? പുതിയ ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് വേണമെന്നില്ല. ഇല്ല, പഴയ നിലവിലുള്ള ഡീലിമിറ്റേഷൻ ബില്ല് അനുസരിച്ച് തന്നെ അത് നണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പരാജയപ്പെടുന്നതോടെ പഴയ ബില്ല് എൻഫോഴ്സിലുണ്ട്. അത് വെച്ച് ഡീലിമിറ്റേഷൻ നടത്തും. ബസന്ത് വിവരങ്ങളുമായിട്ട് ബസന്ത്. മൂന്ന് ബില്ലുകളെയും അതിശക്തമായി എതിർക്കാനാണ് പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ യോഗം തീരുമാനിച്ചത്. പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റ് പരിശോധിച്ചത്. ഒന്ന്, 50% സീറ്റ് വർധനം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഏർപ്പെടുത്തുമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തതയും ഇല്ല. അതുമായി ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥയും ഭരണഘടനാ ഭേദഗതി നിയമത്തിലോ ഡീലിമിറ്റേഷൻ നിയമത്തിലോ പറഞ്ഞിട്ടില്ല. കേവലം സഭയിൽ നൽകുന്ന ഉറപ്പിന് യാതൊരു വിലയുമില്ല. നിയമമാണ്, നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡലം പുനർനിർണ്ണയം നടത്തുന്നത്. ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, ആദ്യം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം പ്രാതിനിധ്യം കുറയുന്നു, അതുകൊണ്ട് പറ്റില്ല എന്നായിരുന്നു. ഇപ്പോൾ കേരളത്തിന് 20-ൽ നിന്ന് 30-ലേക്ക് ആകുന്ന സാഹചര്യമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഫോർമുല. പക്ഷേ ഇപ്പോൾ എണ്ണം കൂട്ടണ്ട, പുനർനിർണ്ണയിച്ചാൽ മതി എന്നാണ്. എന്താണ് ഈ നിലപാട്? ദിവിഷ, ഇത് ആ രീതിയിലല്ല സമീപിക്കേണ്ടത്. ഈ വിഷയത്തിൽ നിയമത്തിന്റെ ഒരു പിൻബലമില്ലാതെ വെറും വാക്കാലുള്ള ചില ഉറപ്പുകൾ നൽകുന്നതിലാണ് പ്രതിപക്ഷത്തിന്റെ വിഷയം. ഇത് നിയമത്തിന്റെ ഭാഗമാക്കണം, ഭരണഘടനാ ഭേദഗതിയുടെ തന്നെ ഭാഗമാക്കണം. നിലവിൽ ഭരണഘടനയുടെ ഭാഗമാണ് ഡീലിമിറ്റേഷനും സെൻസസും ഒക്കെ തന്നെ. ഇത് എടുത്തു കളഞ്ഞിട്ട് വെറും ഒരു നിയമനിർമ്മാണത്തിന്റെ ഭാഗമാക്കി മാറ്റി ഇവയെല്ലാം നടത്താൻ നോക്കുന്ന സർക്കാരിന്റെ നീക്കത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ്. അതുകൊണ്ടാണ് നിലവിലുള്ള ഈ നിർദ്ദേശം, അതായത് 50% സീറ്റ് വർധന എന്നുള്ളത് നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ല. സർക്കാർ കൊണ്ടുവന്ന 3 ബില്ലിന്റെയും ഭാഗമല്ലിത്. അപ്പൊ ഇതെവിടെ ഉൾപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ ഇന്ന് സഭ തുടങ്ങാൻ പോകുന്നു, ചർച്ചകൾ നടക്കാൻ പോകുന്നു, 4 മണിക്ക് വോട്ടെടുക്കാൻ നടക്കാൻ സാഹചര്യത്തിൽ പോലും അതുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പും പ്രതിപക്ഷത്തിന് ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ നിലവിലുള്ള ഈ നിർദ്ദേശത്തെ അനുകൂലിക്കേണ്ട എന്നുള്ളതാണ്. അത് ന്യായമായ ഒരു നടപടിയാണ്. കാരണം ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നോ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നോ എന്നുള്ളൊരു വ്യക്തതയില്ല. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഇത് നടപ്പാക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ നിലവിലുള്ള 543 മണ്ഡലങ്ങളുടെ അതിരുകൾ പുനർനിർണ്ണയിക്കാം. നിലവിലുള്ള ഡീലിമിറ്റേഷൻ കമ്മീഷൻ വെച്ചിട്ട് അങ്ങനെ അതിരുകൾ പുനർനിർണ്ണയിക്കുക. ആ അതിരുകൾ പുനർനിർണ്ണയിച്ച ശേഷം നിങ്ങൾ വനിതാ സംവരണം നടപ്പാക്കുക. ഇതാണ് ഇന്ന് പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഇന്നലെ രാത്രി പ്രാബല്യത്തിൽ വരുത്തിയ 2023-ലെ വനിതാ സംവരണ നിയമം, അതായത് ഏപ്രിൽ 16 മുതൽ ഇത് ഇന്ത്യയിൽ നിലവിൽ വരുന്നു എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. ഇതെന്ത് അടിസ്ഥാനത്തിലാണ് ഇത് കൊണ്ടുവന്നത്, ഇതെന്തിനാണ് കൊണ്ടുവന്നത് എന്ന് വിശദീകരിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഇത് പിൻവലിക്കണം. നിങ്ങൾ 850 എന്നുള്ളതിലേക്ക് പോവുകയാണെങ്കിൽ അത് പിൻവലിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ശരി, വാക്കാലുള്ള ഉറപ്പുകളല്ല, കൃത്യമായ നിയമപരമായ കാര്യങ്ങളാണ് ഇതിൽ വേണ്ടത് എന്നതാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നിർദ്ദേശം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ തള്ളാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. സമയം 10:56, 11 മണിക്ക് സഭ ആരംഭിക്കും.